മഞ്ഞുമേലിന് ശേഷം ചിദംബരവും ആവേശത്തിന് ശേഷം ജിത്തുകുമാധവനും ഇവർ രണ്ടുപേരുടെ ഒരു കൊളാവി വരുന്നൊരു സിനിമയാണ് ബാലൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്തെ പെർഫോമൻസുകളാണ്. പെർഫോമൻസ് ചെയ്ത് എല്ലാവരും അവരുടെ 100% പിന്നെ പീക്ക് ലെവലിലാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. പിന്നെ ഫർസാന, ആദിശേഷ്, പിന്നെ കുട്ടി വലുതാകുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, പിന്നെ ജീൻ പോൾലാൽ, പിന്നെ എടുത്തു പറയേണ്ടത് ഒരു വല്യമ്മയുണ്ട്, പുള്ളിക്കാരി. അങ്ങനെ എന്താ പറയുന്നത്, അഭിനയിച്ചവരെല്ലാവരും അവരുടെ പെർഫോമൻസ് കൊണ്ട് 100% ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കണ്ട മൊമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വല്യമ്മയായിട്ടുള്ള ഇവരുടെ 3 പേരുടെ കുറച്ച് കോംബോ സീൻസൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട പോർഷൻ അതാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സും. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാവരുടെയും ഒരു ചായക്കപ്പല്ല ഈ സിനിമ. ഡെഫിനറ്റ്ലി ആ കൂടെ ചിലപ്പോൾ ഞാനും വരും. കാരണം ഇതെനിക്കൊരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ പറയുന്നത്, നമുക്കൊരു ഇൻ്റർവൽ പോർഷനൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു സിനിമ വേറെ ലെവലിലേക്ക് പോകും എന്ന് തോന്നി. പക്ഷേ അത്രയൊരു സാധനമൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല സെക്കൻഡ് ഹാഫിൽ തന്നെ. പിന്നെ ഒരു ഇമോഷണലി ഞാൻ അത്രയ്ക്കൊന്നും ആ ഒരു ക്യാരക്ടറുമായിട്ട് ഞാൻ അത്രയ്ക്കും കണക്റ്റ് ആയിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേന് തന്നെ എന്തോ അവിടെയോ എവിടെയോ വേറെ എവിടെയൊക്കെയോ പോയി വന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയ്ക്ക് അത്ര കിട്ടിയത്. പിന്നെ അങ്ങനെ ഒരു ബോറടിച്ച് തീരുവോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേനും ഒരു ക്ലൈമാക്സും അത്യാവശ്യം കൊള്ളാവുന്നൊരു ക്ലൈമാക്സും ഇതെല്ലാം കൂടെ വെച്ച് തന്നെ ഇതെനിക്കൊരു പേഴ്സണലി എനിക്കൊരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കണക്റ്റ് ആകുന്നത്. എനിക്ക് പേഴ്സണലി അത്ര എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം.